അല്ലടാ റിനീഷേ, നമ്മുടെ യൂട്യൂബ് ചാനൽ റീച്ച് ആവുന്നില്ലടാ. നമ്മുടെ യൂട്യൂബ് ചാനൽ റീച്ച് ആവുന്ന നല്ലൊരു പരിപാടി ഉണ്ട്. എന്താ വേറെ ഒന്നല്ല, ഈ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടല്ലോ റോഡ് സൈഡിൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കുന്ന ഈ വിശന്ന് ആരും ഇല്ലാതെ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ വീഡിയോ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. അത് നല്ല പരിപാടിയാണെന്ന് തോന്നുന്നില്ലടാ. നല്ല പരിപാടിയാണ്. കാരണം സെൻറ്റിമെൻറ്റ്സ് ആളുകൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാം, വരുമാനം. നല്ല ഐഡിയ ആണ്. അങ്ങനത്തെ ആളുകളുണ്ടോ നോക്കി നോക്കാം. നോക്കാം നമുക്ക്. ചേട്ടാ ഒരു 2 ബസ്. ഈ ഒരു കാര്യം ചെയ്യും, ക്യാമറ വന്ന് ഞാൻ കൊടുക്കുന്ന വീഡിയോ എടുക്കാം. ഓക്കെ ചേട്ടാ ഭക്ഷണം കഴിച്ചോ? എന്തോ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടില്ല മക്കളെ. എന്താ ഭക്ഷണം തരാമോ? അതിപ്പോ എങ്ങനെയുണ്ട്? കൊടുത്തോ ഉറക്കട്ടെ. റെഡിയാ? വീട്ടിലെടുക്കില്ല? എടുക്കണ്ട. കിട്ടിയില്ലേ? ഓക്കെ. റെഡി എടുത്തോ. റെഡി അല്ലേ? കൊടുത്തോ. സുദീപേ, ഇത് അത്യാവശ്യം റീച്ച് ഇട്ടോ? റീച്ച് കിട്ടൂല്ലേ? അവിടെ നിർത്ത്. ഇതെന്ത് ചെയ്യുന്നേ? ഭക്ഷണം കൊടുത്തു. അല്ല മക്കളെ, നിങ്ങൾ ഈ ലൈക്ക് കിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ചേട്ടാ ഞങ്ങളൊന്നും ചെയ്യാം, ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല. എന്ത് ചെയ്യുന്നില്ലാന്ന്? ചേട്ടാ ഞങ്ങൾ പപ്സ് കൊടുക്കുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ചൂടാവണോ? ചൂടാവണ? എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെയാണ് നീ ഇങ്ങനെ ഭക്ഷണം കൊണ്ടേ കൊടുക്കുമോ? ഒരു നേരത്തെ ലൈക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ചെയ്താൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എടാ, അതിനൊക്കെ അതിൻ്റെതായ ഒരു ഡീസൻ്റ് ഉണ്ട് മക്കളെ. വെറുതെ തമാശ കളിയല്ല, എന്നോടും കൂടിയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു ഡീസൻ്റ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടുകാരും കാര്യങ്ങളുമാണ് ഇങ്ങനെ കിടക്കുന്നത് വെച്ചാൽ നീ ഈ പരിപാടി ചെയ്യോ? ചേട്ടാ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കാറില്ല. എടാ, എല്ലാവരും ചെയ്യുന്നവരെ നീ ചെയ്യോ? തുണിയില്ലാതെ നടക്കുന്ന എത്രയോ പേരുണ്ട്. അതേപോലെ നീ നടക്കുമോ? ടൗണിൽ കൂടെ നടക്കുമോ? എൻ്റെ ഉപ്പയാണ് ഇങ്ങനെ കിടക്കുന്നത് വെച്ചാൽ ഞാനൊരു വീഡിയോ എടുത്ത് വിട്ടാൽ നിനക്ക് സഹിക്കുമോ? ഇല്ലല്ല. മക്കളെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിവും ബുദ്ധിയുള്ളവരാ, പക്ഷെ ബോധമല്ല. ഒക്കെ നിങ്ങളുടെ ധാരണയാണ്. എന്താ പറയുക, ഇതൊക്കെ ചോരത്തിളപ്പാണ്. ഇയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണങ്ങൾ മര്യാദയ്ക്ക് വാങ്ങിക്കൊടുത്ത് നിങ്ങളെയൊക്കെ ഞാൻ അഭിനന്ദിക്കും. അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലൈക്കും കേയും ഇപ്പോഴത്തെ കുന്ത്രാണ്ടൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടൻറ്റ് കിട്ടും അതൊക്കെ എടുത്ത് ഡീസൻ്റ് ആയിട്ട് ചെയ്യും. നല്ല വശങ്ങളെ ഞാൻ പറയുന്ന കേക്കിൽ അടി കിട്ടും. നല്ല വശങ്ങളെ നിങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കുക. അല്ലാതെ ഇയാളെ പോലെയുള്ള ഒരാൾക്കൊരു 10 രൂപേൻ്റെ പപ്സും വാങ്ങി കൊടുത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ നടന്നിട്ട് കാര്യമല്ല. എടാ പോവാ ഒന്നൊക്കെ ഉണ്ടപ്പാ. അവിടെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു നന്മയിൽ ചെയ്യണം. എന്ത് ചെയ്താലും മനസ്സിലായോ? അങ്ങക്ക് കുറേ റീച്ചും കേയും അതൊന്നുമല്ല ജീവിതം. ഒരാൾക്ക്, പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അതറിയാൻ പോലും പാടില്ല. പൊതുജനങ്ങൾ അറിയരുത്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങളത് മാത്രമായിരിക്കണം. അല്ലാതെ വെറുതെ നിങ്ങൾ തമാശ കളിച്ച് കേയും കീയും നോക്കടാ. പാവുണ്ട് അയാളൊക്കെ എങ്ങനെയാടാ കണ്ണിച്ചോരല്ലാതെ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യണം, നല്ല രീതിയിൽ നടക്കുക. ഓക്കെ.